നിറങ്ങളുള്ളൊരു ശലഭം പാർട്ട് 3. വീട്ടിലേക്ക് എത്തിയതും അവിടെ ആദിയെ കണ്ട് മാലതിക്ക് ദേഷ്യം വന്നു. മാലതി ദേഷ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്ക് ഓഫീസിൽ നിന്ന് കോള് വന്നു എന്ന് പറഞ്ഞല്ലേ പോയത്? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ നുണ പറഞ്ഞതാ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നതാ എനിക്കിതൊന്നും താല്പര്യമില്ലെന്ന്. എന്നിട്ടും ഞാൻ വിവാഹത്തിന് സമ്മതിച്ചത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിച്ചത് കൊണ്ടാണ്. എന്നിട്ട് അച്ഛനെവിടെ? ആദിയും ദേഷ്യത്തോടെ പറഞ്ഞു. അവരുടെ വഴക്ക് കൂടുന്നതിന് മുൻപ് കൃഷ്ണ വേഗം മുന്നോട്ട് ചെന്നു. അച്ഛൻ വന്നിരുന്നു കണ്ണാ. ആദ്യ അത്ഭുതത്തോടെ കൊച്ചച്ഛനെ നോക്കി. ആടെ ചെക്ക, ഏട്ടൻ വന്നിരുന്നു. നിന്റെ കൊച്ചിനെ കണ്ട് ഇഷ്ടമാവുകയും ചെയ്തു. കേട്ടല്ലോ, ഇനി നിനക്ക് ആ കുട്ടി ഒന്ന് കണ്ടൂടെ? മാലതി ചോദിച്ചു. ആദ്യം അമ്മയെ നോക്കി. ഞാൻ പോയി കണ്ടോളാം. പക്ഷേ എന്നാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അഡ്രസ്സ് ഒന്ന് മെസ്സേജ് ചെയ്തേക്ക്. ആദ്യം അമ്മയോട് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. ഈ ചെക്കൻ എന്താ ദൈവമേ ഇങ്ങനെ? മാലതി ചോദിച്ചു. അവനെ കുറ്റം പറയേണ്ട ഇടത്തി. എൻ്റെ മോൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെ സ്വഭാവമാണ് അവനിങ്ങനെ മാറ്റിയത്, കൃഷ്ണൻ പറഞ്ഞു. ഏട്ടാ മതി, അഞ്ജലി അയാളെ തടഞ്ഞു. എന്ത് വേണ്ടെന്നാ? അവൻ എന്തെങ്കിലും സന്തോഷം കിട്ടിയിട്ടുണ്ടോ? അച്ഛനും അമ്മയും എന്നാണ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത്? എന്നിട്ട് ഇപ്പോൾ കാണിക്കുന്ന ഈ സ്നേഹം എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്, അയാൾ ചോദിച്ചു. കൃഷ്ണ, മാലതി ദേഷ്യത്തോടെ വിളിച്ചു. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഒന്നിനും അവനെ കുറ്റം പറയരുത്. ഞാനത് സമ്മതിക്കില്ല. ഇന്ന് കണ്ട പെൺകുട്ടി അവൻ്റെ ഒരു താങ്ങാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അവൻ്റെ ഇഷ്ടമില്ലാതെ ഇത് നടത്താനും ഞാൻ സമ്മതിക്കില്ല. ഇനി ഏട്ടൻ പറഞ്ഞാൽ പോലും ഞാൻ സമ്മതിക്കില്ല. കൃഷ്ണ വേഗം റൂമിലേക്ക് പോയി. അഞ്ജലി മാലതി ഒന്ന് നോക്കിയിട്ട് അയാളുടെ പുറകെ പോയി. ആദ്യം നേരെ പോയത് അവൻ്റെ റൂമിലേക്കായിരുന്നു. റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വരാന്തയിലേക്ക് അവൻ ഇറങ്ങി. വീടിൻ്റെ പുറകിൽ പുഴയാണ്. അവനിവിടെ സ്ഥിരമായി താമസിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു ഏരിയ ഉണ്ടാക്കിയത്. അവൻ്റെ റൂമിൽ നിന്ന് മാത്രമാണ് ഇങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയൂ. പിന്നെ തൊട്ടപ്പുറത്ത് ഓഫീസ് റൂമുണ്ട്. അവിടെ നിന്നും ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മറ്റാരും ഇങ്ങോട്ട് വരാറില്ല. ആരെങ്കിലും ആഗ്രഹിച്ചാലും അവൻ കയറ്റാറുമില്ല. ലച്ചുവിന് മാത്രമാണ് അവൻ്റെ റൂമിൽ വരാൻ അനുവാദമുള്ളത്. അവിടെയുള്ളൊരു ബെഞ്ചിലായി ആദ്യം ഇരുന്നു. തല വേദനിക്കുന്നുണ്ടായിരുന്നു അവന്. അവർക്ക് വേണ്ടി സമ്മതിച്ചെങ്കിലും ഒരു വിവാഹത്തിന് താൻ റെഡിയാണോ എന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു. സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും ബ്രോക്കൺ മാരേജ് കണ്ടു വളർന്നവന് വിവാഹത്തിലെ വിശ്വാസം എങ്ങനെ ഉണ്ടാവാനാണ്? പ്രണയിച്ച് വിവാഹം കഴിച്ച 2 പേരാണ് മാലതിയും രാംദേവും. പക്ഷേ വിവാഹത്തിന് ശേഷം ആ പ്രണയം എവിടെ നഷ്ടപ്പെട്ടുവെന്ന് 2 പേർക്കും അറിയില്ല. ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നത് അവരുടെ അടിയും വഴക്കുമായിരുന്നു. അതോടെ വെറുത്തു പോയതാ വിവാഹത്തെ. എനിക്ക് വേണ്ടിയാണത്രേ ഡിവോഴ്സ് ചെയ്യാത്ത രണ്ടിടത്തായി ജീവിക്കുന്നത്. ആദിക്ക് അവരോട് പുച്ഛം തോന്നി. സ്വന്തം മകന് സ്നേഹമുള്ളൊരു കുടുംബം കൊടുക്കാൻ കഴിയാത്തവരാണ് ത്യാഗത്തിൻ്റെ കണക്ക് പറഞ്ഞതെന്നോർത്ത് അവന് ദേഷ്യം വന്നു. പെട്ടെന്ന് കണ്ണേട്ട എന്ന് വിളിച്ചുകൊണ്ട് ലച്ചു അവിടേക്ക് ചെന്നു. ആദ്യ വേഗം മുഖം കൈകൊണ്ട് തുടച്ചു. ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞ് അവളെ നോക്കി. അവൾ ആദിയുടെ അടുത്തായിരുന്നു. ഏട്ടത്തി സൂപ്പറാണ് കേട്ടോ ഏട്ടാ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സംസാരിക്കുന്നതൊക്കെ എന്ത് രസമാണോ? ലച്ചു പറഞ്ഞു. മോൾക്ക് ഇഷ്ടമായോ? നല്ല ഇഷ്ടമായി. ഏട്ടത്തി മതി കേട്ടോ നമുക്ക്. ഏട്ടത്തി നല്ല മെലിഞ്ഞതാട്ടോ. ചിലപ്പോൾ യോഗ ടീച്ചറല്ലേ, അതാവും. ഏട്ടൻ ഇഷ്ടമാവും, ലച്ചു തൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു. ലച്ചു മോൾക്ക് ഇഷ്ടമായെങ്കിൽ ഏട്ടനും ഇഷ്ടമാണ്. ഏട്ടൻ ഇഷ്ടമായെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി കേട്ടോ, അങ്ങനെയാ അച്ഛൻ വല്യമ്മയോട് പറഞ്ഞത്. ആദ്യം അവളെ നോക്കി പുഞ്ചിരിച്ചു. പിന്നില്ലേ, ആദ്യമായിട്ട് എല്ലാവരും ദേഷ്യപ്പെടുമോ, ഇടിക്കുമോ? ലച്ചു ചോദിച്ചു. അവന് ചിരി പൊട്ടിപ്പോയി. മോളോട് ആരാ അങ്ങനെ പറഞ്ഞത്? അതെൻ്റെ ഫ്രണ്ടില്ലേ നന്ദു, അവളുടെ അച്ഛൻ പറഞ്ഞു എന്ന്. ആദ്യ സാറ് ഭയങ്കര ദേഷ്യക്കാരനാണെന്ന്. എന്നിട്ട് മോൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞു അവളുടെ അച്ഛൻ നുണ പറയാമെന്ന്. എൻ്റെ കണ്ണേട്ട പാവമാണെന്ന്. അവൻ അവളുടെ മുടിയിൽ തഴുകി അവളെ ചേർത്ത് പിടിച്ചു. ചിലപ്പോൾ ഒക്കെ ഇടിക്കാറുണ്ട് കേട്ടോ. കള്ളന്മാരെ കിട്ടിയാൽ ചെറിയ ഇടിയൊക്കെ കൊടുക്കണ്ടേ? അവൻ ചോദിച്ചു. അത് വേണം, എന്നാലല്ലേ അവർ നല്ല ആൾക്കാരാവൂ. കണ്ടോ, ഏട്ടൻ്റെ കുട്ടിക്ക് എല്ലാം അറിയാലോ. പിന്നില്ലേ ഏട്ടാ, നമുക്ക് ഈ ഏട്ടത്തിൽ അത് മതി കേട്ടോ. എന്നോട് നല്ല സ്നേഹമാണ്. ആർക്ക്? ആദ്യം ചോദിച്ചു. ഏട്ടത്തിക്ക് തന്നെ. ആണോ? നമുക്ക് നോക്കാം കേട്ടോ. അവളകത്തേക്ക് ചെല്ല്, അവൻ അവളോട് പറഞ്ഞു. ലച്ചു ഡോറിനടുത്തേക്ക് നടന്നു. ഏട്ടാ പിന്നില്ലേ, ഏട്ടത്തിയുടെ പേരറിയോ? അലങ്കൃത. അല്ലി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്.
വെച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഡോർ തുറന്നകത്തേക്ക് ഓടി. അലങ്കൃത, അവൻ ആ പേര് പതിയെ പറഞ്ഞു. വിവാഹത്തിൽ ഒരു തരി പോലും വിശ്വാസമില്ലാതെ നിന്നെ ഞാനൊരു താലിച്ചരടിൽ ബന്ധിക്കുന്നത് ശരിയാണോ? അവൻ സ്വയം ചോദിച്ചു. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞാണ് അവൻ അല്ലിയുടെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചത്. പക്ഷേ അവരെ മുൻകൂട്ടി അറിയിച്ച് അവിടേക്ക് ചെല്ലാൻ അവൻ താല്പര്യമില്ലായിരുന്നു. അന്ന് അവധിയായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവുമെന്ന് അവൻ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ വീട്ടിൽ പോലും ആരോടും പറയാതെയാണ് അവൻ അല്ലിയുടെ വീട്ടിലേക്ക് പോയത്. അഡ്രസ്സിലുള്ള വീട്ടിലെത്തിയതും അവൻ ഗേറ്റിനുള്ളിലേക്ക് കാറ് കയറ്റി. നിറയെ മരങ്ങളും ചെടികളും പച്ചപ്പ് നിറഞ്ഞൊരു വലിയ കോമ്പൗണ്ട്. അതിൻ്റെ നടുവിലായി പഴമയും പുതുമയും ഒത്തിണങ്ങിയൊരു ഇരുനില തറവാട്. അവൻ കാറ് പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് നടന്നു. നല്ല തണുത്ത അന്തരീക്ഷം. കോളിംഗ് ബെൽ അടിച്ചതും 2 കുഞ്ഞു ചെക്കന്മാർ ഡോർ തുറന്നു വന്നു. നിൽക്കവിടെ. ആരാ? തലയിൽ തോർത്തുകൊണ്ട് കെട്ടൊക്കെ കെട്ടിയ അവരെ അവൻ അത്ഭുതത്തോടെ നോക്കി. നിങ്ങൾ ആരാ? അത് ചോദിച്ചു. ഞാൻ കണ്ണൻ. ഇവൻ അപ്പു. ഇത് എൻ്റെ വീടാ. കണ്ണൻ്റെയും അപ്പുവിൻ്റെയും അല്ലിയുടെയും വീട്. ഇതാരാ? കണ്ണൻ പിന്നെയും ചോദിച്ചു. അവൻ്റെ കൊഞ്ചലോടെയുള്ള സംസാരത്തിൽ ആദിയുടെ മുഖം ഒന്ന് വിടർന്നു. ഞാൻ പോലീസാ, ആദി ഗൗരവത്തോടെ പറഞ്ഞു. അയ്യോ അമ്മേ, പോലീസ്! 2 പേരും അലറിക്കൊണ്ടകത്തേക്ക് ഓടി. ആദി പകച്ചു നിന്നുപോയി.